ഇപ്പൊ വേദുവിന് കൂട്ടുകാരായി. അന്തു റൂം ഇഷ്ടപ്പെട്ടോ? അപ്പൊ ഇവര് ഇന്നിപ്പോ തിരിച്ചു പോവാന്ന കേട്ടത്. നമുക്ക് ഇവിടെ സ്റ്റേ അല്ല, നമുക്ക് ഇവിടെ സ്റ്റേ ഉണ്ടെന്ന് അറിയാലോ. നിക്കണം ദിയ. ആ എന്നാ നിക്കാം കേട്ടാ. അയ്യോ, അപ്പൊ രണ്ടമ്മമാരും ബിസിയാണ്. ഏറ്റവും പിള്ളേരുള്ളപ്പോ ഏറ്റവും ബെസ്റ്റ് പരിപാടിയാണ് ഡൈപ്പർ ചേഞ്ച്. ഒരു യുദ്ധം തന്നെയാണ്, യുദ്ധം. അപ്പൊ നിങ്ങളുടെ യുദ്ധം കഴിഞ്ഞോട്ടെ, അല്ലെങ്കിൽ ഇവിടെ മുട്ടൊരടിയോ. അത് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുക്കാം ഗൈസ്. അപ്പൊ 100K സെലിബ്രേഷൻ ഒരു ചെറിയൊരു കേക്ക് കട്ടിങ്ങിലാണ്. അപ്പൊ ഹയാത്തിനോടാണ് ആദ്യമേ താങ്ക്സ് പറയേണ്ടത്. ഇങ്ങനത്തെ ഒരു ചെറിയൊരു സെലിബ്രേഷൻ ഞങ്ങൾക്ക് വേണ്ടി ഓർഗനൈസ് ചെയ്തതില്. ഞങ്ങളുടെ 100Kയുടെ കേക്ക് കട്ടിംഗ് ആണ്. ആൻഡ് വി വോണ്ട് ടു താങ്ക് യു വൺസ് അഗൈൻ സോ മച്ച്. നിങ്ങളാണ് ഇത് ഞങ്ങൾക്ക് ഇത്രയും എളുപ്പത്തിൽ സാധിച്ചു തന്നത്. എളുപ്പം എന്നാൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പക്ഷെ ഇത്രയും വേഗം സാധിച്ചു തന്നില്ല. സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. അപ്പൊ അത് ഞങ്ങളുടെ ഫുഡിക്ക് ആംഗിൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പാട്ടൊന്നും ഇല്ല, എന്ത് ചെയ്യാനല്ലേ. ഇനി വേദു മോന് ഇനി ദിയ മോൾക്ക് നമ്മുടെ വ്ളോഗ്സിലൊക്കെ ഇടക്കിടക്ക് വരണ്ടേ. പിന്നെ നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ഗിവ് വേ. ഇത്രയും സന്തോഷം മനസ്സ് ഞങ്ങളുടെ നിറഞ്ഞിരിക്കുകയാണ്. അപ്പൊ വി വോണ്ട് ടു ഗിവ് യു സം ഗിവ് വേ. മറ്റേ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഒരു കൊളാബിന്റെ ഗിവ് വേ വേറെ, ഇതൊരു സ്പെഷ്യൽ ഗിവ് വേ ഉണ്ട്. ഹയാത്തി തന്നെയാണ്. അപ്പൊ നിങ്ങളുടെ വ്ളോഗിന്റെ അവസാനം വരെ കാണുക. നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഗിഫ്റ്റ് ഞങ്ങളുടെ വകയുണ്ട്. സോ വൺസ് അഗൈൻ ഗൈസ്, താങ്ക് യു സോ മച്ച്. ഈ കേക്ക് വേണമെങ്കിൽ അന്ന് തന്നെ കൊണ്ടുപോയി. ഞങ്ങൾക്ക് ഇവിടെ സ്പെഷ്യൽ ഡിന്നർ ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ ബൈ. നമുക്കൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തേ പറ്റട്ടെ. ഞാൻ അതുകൊണ്ടില്ല ഇല്ല വെരി സൂൺ. ഓക്കെ, എന്താ ഫുഡ് വർക്കരുത്. അടുത്ത കൊറേ ഫുഡി ട്രിപ്സും വരുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറയണ്ട, ഇപ്പൊ പറയണ്ട. അതൊക്കെ ഒരു സംഭവം വരുന്നുണ്ട്. അപ്പൊ പ്രിയ ഡിന്നർ ടൈം. വേദുവിനെ ഫുള്ളായിരിക്കും, ഫുൾ ടൈം ഇന്ന് ഫുഡിങ് ആയിരുന്നല്ലോ ഗൈസ്. വ്ളോഗിങ്ങിന്റെ ഗുണം ഇപ്പോഴാണ് എനിക്ക് കുറച്ച് മനസ്സിലായി തുടങ്ങിയത്. കാരണം ഐ എം ഹാവിങ് ദിസ്, ഞാൻ ഇൻസൈഡ് ആക്സസ് ടു ദ കിച്ചൺ ആൻഡ് ദ ഷെഫ്. ആൻഡ് യു ഗൈസ് നോ ഹൗ മച്ച് ഐ ലവ് ഫുഡ് ആൻഡ് ഹൗ മച്ച് ഐ അഡ്മയർ ദീസ് ഷെഫ്സ്. എൻ്റെ റോൾ മോഡൽസ് ഷെഫ്സ് തന്നെയാണ്. ഐ ടോട്ടലി ലവ് ദം. അപ്പോൾ ഞാൻ ഇവിടുത്തെ ഷെഫായിട്ട് സംസാരിച്ചു. ഇപ്പോൾ കോളനി ഗ്രിൽ ഹൗസിലാണ് ഇവിടുത്തെ റൂഫ് ടോപ്പ്. അപ്പോൾ ആദ്യമേ ഞാൻ ഈ ഗ്രിൽ ഹൗസിനെ കുറിച്ച് പറയാം. ഞങ്ങൾ ഫസ്റ്റ് വ്ളോഗിൽ കണ്ടു കാണും നിങ്ങൾ. ഞങ്ങളുടെ ഫസ്റ്റ് വ്ളോഗിൽ ഹയാത്തിലെ സ്റ്റേയിൽ ഞങ്ങൾ ഇവിടെ വന്നാണ് ഡിന്നർ കഴിച്ചത്. അപ്പോൾ ഇവിടെ ദ ബെസ്റ്റ് പ്ലേസ്, ആബ്സല്യൂട്ട്ലി ദ ബെസ്റ്റ് പ്ലേസ്, നോ ഡൗട്ട്, ഫോർ ഗ്രിൽസ് ആൻഡ് പാസ്താസ്. ബർഗേഴ്സും ഉണ്ട്, പക്ഷേ ഐ വിൽ ഡെഫിനറ്റ്ലി റെക്കമെൻഡ് ഗ്രിൽസ് ആൻഡ് പാസ്താസ് ഓവർ ഹിയർ. കാരണം ഇവരുടെ മീറ്റ്സ് ഒക്കെ വളരെ ഡിഫറെൻറ്റ്, വളരെ എക്സ്പെൻസീവ് കട്ട്സ് ഓഫ് മീറ്റാണ് അവർ ഉപയോഗിക്കുന്നത്. ലാംപ് ലോയിൻ, ബീഫ് ടെൻഡർ ലോയിൻ ആൻഡ് നോർവേനിയൻ സാൽമൺസ് ഉണ്ട്, സ്കാലപ്സ് ഉണ്ട്. അതല്ലാതെ പാസ്താസ് റാവിയോളി ഉണ്ട്, ഫെറ്റിച്ചീനി ഉണ്ട്, ഒരുപാട് ടൈപ്പ് ഓഫ് പാസ്താസ് ഉണ്ട്. എല്ലാം ഹാൻഡ് റോൾഡ് ആണ്. സോസസ് ആർ ഹോം മെയ്ഡ്. സോ ഇറ്റ്സ് ലൈക്ക് റിയലി ഡെലിഷ്യസ് ഫുഡാണ്. വളരെ ഒത്തൻറ്റിക് ഫുഡാണ് കോളനി ഗ്രിൽ ഹൗസിൽ. കണ്ട സച്ച് എ ബ്യൂട്ടിഫുൾ ഡൈനിങ് പ്ലേസ്. എസ്പെഷ്യലി നിങ്ങളുടെ ആനിവേഴ്സറി ബർത്ത്ഡേക്ക് ആണെങ്കിൽ ദിസ് ഇസ് ദ മോസ്റ്റ് റൊമാൻറ്റിക് പ്ലേസ് ഇൻ കൊച്ചിൻ ഐ തിങ്ക് ഫോർ ആൻ എക്സ്ക്ലൂസീവ് ഡിന്നർ. കാരണം ഫുഡും അതുപോലത്തെ ഒരു സ്പെഷ്യൽ ഒക്കേഷന് പറ്റിയ ഫുഡാണ്. പിന്നെ ഇതാണ് ഞാൻ ആദ്യമേ വന്നപ്പോൾ തന്നെ നോക്കിയത്. സോ കണ്ട ഇതൊക്കെ ഫ്രഷ് ക്യാച്ച് ഓഫ് ദ ഡേ ആണ്. ഓബിയസ്ലി വലിയ പ്രോൺസ് ഉണ്ട്, ലോബ്സ്റ്റർ ഉണ്ട്, അതല്ലാതെ ഓബിയസ്ലി സീബാസ് ഉണ്ട്, എംപറർ ഫിഷ് ഉണ്ട്. ആൻഡ് എനിക്ക് ഇങ്ങനത്തെ ലൈവ് കുക്കിംഗ് കാണാനും ഭയങ്കര ഇഷ്ടമാണ്. He's the chef. He's Chef Varun. Chef, can you just say hi? Hi. We are really looking forward to the dinner. So chef ബിസിയാണ്, അധികം സംസാരിക്കുന്നില്ല. And he's actually dressing the salad. പിന്നെ obviously ഇത് അവരുടെ സെർവിങ് സ്റ്റേഷൻ ആണ്. ആൻഡ് എന്തായാലും നമുക്ക് അധികം ഡിസ്റ്റർബ് ചെയ്താൽ ഫുഡ് കിട്ടാൻ ലേറ്റ് ആവും. വെൽക്കം ഡ്രിങ്ക് വന്നിട്ടുണ്ട്, പക്ഷെ ഞാൻ ഇതുവരെ ഇത് ടേസ്റ്റ് ചെയ്തിട്ടില്ല. ആൻഡ് ഇതിൻ്റെ ഒരു ഇൻഗ്രീഡിയൻറ്റിനെ കുറിച്ചും എനിക്കറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ പറയണം. കാരണം കോഫി നമുക്കറിയാം, ഓറഞ്ച് ജ്യൂസ് അറിയാം, പിന്നെ ഓർഗീറ്റ് എന്ന് പറഞ്ഞ എന്തോ ഒരു സാധനമാണ്. സോ ഐ ഡോണ്ട് നോ വാട്ട് ദാറ്റ് ഇസ്. പക്ഷേ ഇത് കുടിച്ചു നോക്കിയിട്ട് എനിക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഭയങ്കര ഡെലിഷ്യസ് ഡ്രിങ്ക് ഒന്നും അല്ല, പക്ഷേ വളരെ വെറൈറ്റി ഉള്ള ഒരു ഡ്രിങ്കാണ്. ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ടേസ്റ്റ്. അപ്പോൾ ഇത് കോംപ്ലിമെൻ്ററി ആണ്. ഇത് എന്തായാലും നിങ്ങൾ ഇവിടെ എന്ത് വന്ന് ഓർഡർ ചെയ്യുന്നതിന് മുമ്പ് ഇത് അവർ കൊണ്ടുവന്ന് തരും. ഇത് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യണം. കാരണം ദിസ് ഇസ്
ഹോം മെയ്ഡ് ബ്രെഡ് ആണ് എന്നിട്ട് സോ സോഫ്റ്റ്. ഇത് അവരുടെ കൂടെ ഒരു സൽസ പോലത്തെ ഒരു സോസ് ഉണ്ട്, പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. ഈ ബ്രെഡ് മാത്രമായിട്ട് തന്നെ കഴിക്കാൻ പറ്റും. ഇറ്റ്സ് റിയലി ടേസ്റ്റി. കണ്ടോ, ഇത് സോ സോഫ്റ്റ്, പക്ഷെ വെളിയിലെ ഈ ക്രസ്റ്റ് ഇസ് വെരി ക്രിസ്പ്. ഗൈസ്, അപ്പോൾ നമുക്ക് തുടങ്ങാൻ വേണ്ടി ഷെഫ് നമുക്ക് നേരിട്ടാണ് സെർവ് ചെയ്യുന്നത്. പീറ്റ ബ്രെഡ് ഉണ്ട്. മെസെ എന്ന് പറയുന്നത് ആക്ച്വലി ഗൈസ് മെഡിറ്ററേനിയൻ ക്യൂസീൻ ആണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഇറ്റ്സ് ലൈക്ക് ഷെയറിങ്. ഞങ്ങൾ ടർക്കിയിലൊക്കെ പോയപ്പോൾ ഏറ്റവും കൂടുതൽ കഴിച്ചത് മെസേസ് ആണ്. ടർക്കി, ഗ്രീസ്, ലെബനോൺ അങ്ങനത്തെ സ്ഥലത്തൊക്കെയാണ് കൂടുതൽ മെസേസ് എടുക്കുന്നത്. ഇറ്റ്സ് എ മെഡിറ്ററേനിയൻ ഫുഡ്. അപ്പോൾ ഇവിടെ പീറ്റ ബ്രെഡ് ഉണ്ട്. ഇത് ഹോം മെയ്ഡ് ആണ്. ഇത് മുത്തബൽ ആണ്. മിക്കവർക്കും അറിയാം, ബ്രിഞ്ചോൾ വെച്ച് ഉണ്ടാക്കുന്നത്. പക്ഷെ ഇതിൽ എനിക്കൊന്ന് പോമഗ്രാനൈറ്റും ചിയ സീഡ്സും ഉണ്ട്. ഇത് പിന്നെ ഓബിയസ്ലി നമ്മുടെയൊക്കെ ഫേവറേറ്റ് സാധനം ഹുമൂസ്. കൊള്ളാവോ? പ്രിയക്ക് ഈ സംഭവം എന്താണെന്ന് മനസ്സിലാവില്ല, പക്ഷെ ടേസ്റ്റ് അല്ലാണ്ട് അറിഞ്ഞാൽ അത് മാത്രം അറിഞ്ഞാൽ മതിയല്ലോ അല്ലേ? വെറുതെ ഇതിന്റെ ഹിസ്റ്ററി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പക്ഷെ എനിക്ക് ഇതിന്റെ ഹിസ്റ്ററി ഒക്കെ പഠിക്കാൻ താല്പര്യമാണ്, അതുകൊണ്ടാണ്. സാധനം കൊള്ളാവോ? അത് മതി. അപ്പോൾ ഇവർ വന്ന് ചോദിച്ചു കേട്ടോ എന്നോട് ഈ വെൽക്കം ഡ്രിങ്ക് എങ്ങനെയുണ്ടെന്ന്. പ്രിയക്ക് ഭയങ്കര ഇഷ്ടമായി, പക്ഷെ എനിക്ക് കുറച്ച് സ്ട്രോങ് ആയിട്ട് തോന്നി. മേ ബി ബിക്കോസ് ഐ ഡോണ്ട് ഡ്രിങ്ക് കോഫി. പക്ഷേ പീറ്റ ബ്രെഡ് പെർഫെക്റ്റ്. ഇറ്റ്സ് സോ സോഫ്റ്റ്. ബേസിക്കലി പഞ്ഞി പോലെ തന്നെയാണ് ഇരിക്കുന്നത്. ആൻഡ് ഈ മുത്തബൽ ആദ്യമായിട്ടാണ് ഞാൻ മുത്തബൽ കുവൈറ്റിലൊക്കെ വെച്ച് കുറേ കഴിക്കുമായിരുന്നു. പക്ഷേ ഈ ഒരു സ്വീറ്റ്നെസ് ഉണ്ടല്ലോ, സ്മോക്കിനെസ് എന്തായാലും കാണും ഓബിയസ്ലി, പക്ഷെ ഒരു സ്വീറ്റ്നെസ് ഉണ്ട്. ആൻഡ് ഈ ചിയ സീഡ്സിന് ഒരു റിഫ്രഷിങ് ഫീലും ഉണ്ട്. സോ യം. പിന്നെ ഇവിടുത്തെ ഹുമൂസ് ഞാൻ പറയുന്നില്ല, നിങ്ങൾ ഇവിടുത്തെ ഈ മെസ്സി വളരെ ആക്ച്വലി വലിയ കാര്യമൊന്നുമല്ല. നമ്മൾ ഹുമൂസും കുബൂസൊക്കെ ഗൾഫുകാർക്കൊക്കെ എപ്പോഴും കഴിക്കുന്നതാണ്. പക്ഷെ ഇങ്ങനത്തെ ഒരു ഈ ഫുഡിന്റെ ഒരു ഫ്ലേവറും ടേസ്റ്റ് ഒക്കെ കിട്ടുമ്പോൾ ശരിക്കും നമ്മൾ തിരിച്ച് ഗൾഫിലേക്കൊക്കെ തന്നെയാണ് പോകുന്നത്. സോ ഗുഡ്. ഇത് നിങ്ങൾ എന്തായാലും ഇവിടെ ഒന്ന് ട്രൈ ചെയ്യണം, കാരണം ഇറ്റ്സ് ദാറ്റ് ഗുഡ്. ഇറ്റ്സ് റിയലി ദാറ്റ് ഗുഡ്. അപ്പോൾ സൂപ്പ് വന്നിട്ടുണ്ട്. ഇതൊരു ക്ലിയർ സൂപ്പാണ്. ഓബിയസ്ലി ഇതിൽ പ്രോൺസ് ഉണ്ട്, പിന്നെ ചെറിയ ഫിഷിൻ്റെ പീസസ് ഉണ്ട്, പിന്നെ നമ്മുടെ ഫേവറേറ്റ് കല്ലുമ്മക്കായ ഉണ്ട്. പക്ഷെ ഭയങ്കര ഒരു ക്ലിയർ സൂപ്പാണ്. ആൻഡ് ഇതാണ് ആക്ച്വലി ഒരു സൂപ്പിൻ്റെ ഒക്കെ ഒരു പോർഷൻ സൈസ്. ഇത്രേ പാടുള്ളൂ, എന്നാലേ നമുക്ക് ഫുഡ് വരെയൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ സൂപ്പ് കുടിച്ച് വയറ് കറക്കും. സോ ഇത് കാണുമ്പോൾ അറിയാം ഇറ്റ്സ് ഗോയിങ് ടു ബി വെരി ലൈറ്റ്. ആൻഡ് സിൻസ് ദ ഇൻഗ്രീഡിയൻസ് ആർ ഫ്രഷ്, it's actually going to taste like the ocean. I think it's going to taste like a sea. That's what I feel. Guys, ഈ സൂപ്പ് ആക്ച്വലി മെഡിറ്ററേനിയൻ പോലെ ആണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, പ്രോൺസ് ഉണ്ട്, സ്ക്വിഡ് ഉണ്ട്, ഫിഷ് ഉണ്ട്, പിന്നെ ഇവരുടെ ഒരു ഹാൻഡ് റോൾ നൂഡിൽസ് ഉണ്ട്, മസിൽസ് ഉണ്ട്. പക്ഷേ എനിക്കൊന്ന് നമുക്ക് കുറച്ച് ഇന്ത്യനൈസ് അവർ ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഇന്ത്യനൈസ് കുറച്ച് ഫ്ലേവേഴ്സ് ആഡിയിട്ടുണ്ട്. ഒരു കുറച്ച് ചില്ലി ഉണ്ട്, പിന്നെ ഒരു ജിഞ്ചറിൻ്റെ ഒരു ടച്ച് വരുന്നുണ്ട്. സോ ആൻഡ് ഇറ്റ്സ് വെരി ലൈറ്റ് ഓൾസോ. സോ എനിക്ക് തോന്നുന്നു നമുക്കും ഇത് ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ്. ഭയങ്കര റിച്ച് ഫ്ലേവേഴ്സ് അല്ല കേട്ടോ, ഭയങ്കര ഡോമിനൻ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ ഫ്ലേവേഴ്സ് അല്ല, വളരെ ലൈറ്റ് ഫ്ലേവേഴ്സ് ആണ്. ആൻഡ് ദിസ് ഓൾസോ റിയലി ഗുഡ്. ക്രാബും ഉണ്ട് കേട്ടോ, ക്രാബും ഉണ്ട്, അടിപൊളി. ഇത്രയും ബാക്കിയുള്ള ഇത്രയും സീ ഫുഡ് ഉണ്ടെങ്കിലും പ്രോൺസിൻ്റെ ഫ്ലേവറാണ് എടുത്ത് നിൽക്കുന്നത്. മേ ബി എനിക്കൊന്ന് ഒരു പ്രോൺ ഷെല്ല് ഇതിൻ്റെ ബേസ് കുക്ക് ചെയ്യാൻ എന്തിനും ഉപയോഗിക്കുന്നുണ്ട്. ഉണ്ടെന്ന് ഷെഫ് പറയുന്നുണ്ട്. അതെ കണ്ട, പ്രോൺസിന്റെ ഷെല്ല് ഉപയോഗിച്ചാണ് അവരെന്റെ ബേസ് എന്തോ കുക്ക് ചെയ്യുന്നത്. എൻ്റെ ആ ഒരു ഫ്ലേവറാണ് ഏറ്റവും കൂടുതൽ എടുത്തു നിൽക്കുന്നത്. അപ്പോൾ പാസ്താസ് 3 ടൈപ്പാണ് വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ പാസ്താസും ഗ്രിൽസും ആണ് ബെസ്റ്റ് എന്ന്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കോംപ്ലിക്കേറ്റ് ചെയ്യാതെ ഷെഫിനോട് തന്നെ എന്താ സജഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓർഡർ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ ഞങ്ങൾ അങ്ങനെയാണ് ഇവിടുത്തെ ഇപ്പം ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ആക്ച്വലി ടൊമാറ്റോ സോസിനകത്ത് ക്വാർട്ടർ ഫോമാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ടൈപ്സ് ഓഫ് ചീസാണ്. ഇത് ബട്ടർ സോസ് ആണ്, ഇതും ബട്ടർ സോസ് ആണ്. എനിക്ക് ഇതിന്റെ അകത്ത് ഇപ്പൊ കാണാൻ വയ്യ. ഇതിൽ ഒരെണ്ണം മഷ്റൂം ആൻഡ് റിക്കോട്ട ചീസാണ്, ഗോഡ്സ് ചീസാണ്. ബാക്കി ഒരെണ്ണത്തിനകത്ത് സ്പിനച്ച് ആൻഡ് റിക്കോട്ട ചീസാണ്. ഈ കട്ട്ലറിക്ക് കുറച്ച് വെയിറ്റ് കൂടുതലുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് കേട്ടോ. പിന്നെ ഇനി നമുക്ക് പാസ്ത ഒന്ന് ഷെയർ ചെയ്യാം. ഓ ആക്ച്വലി പെർഫെക്റ്റ് ആണ്. ഈ ക്വാർട്ടർ ഫോമാജി ഇസ് റിയലി ഗുഡ്. കാരണം 4 ചീസ് വരുമ്പോൾ തന്നെ ഭയങ്കര റിച്ച് ആയിരിക്കും. പക്ഷെ അതിൻ്റെ കൂടെ ഈ ടൊമാറ്റോ സോസും കൂടെ വരുമ്പോൾ നല്ല ബാലൻസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ടൊമാറ്റോ സോസ് വിത്ത് ദിസ് ക്വാർട്ടർ ഫോമാജ് പാസ്ത ഇസ് എ റിയലി ഗുഡ് കോമ്പിനേഷൻ. അല്ലെങ്കിൽ കഴിക്കാൻ പറ്റില്ല. എൻ്റെ കൂടെ ബട്ടർ സോസ് ഒക്കെ ആണെങ്കിൽ കഴിക്കാൻ പറ്റില്ല, ഭയങ്കര റിച്ച് ആയി പോയാൽ.
ഇറ്റ്സ് സോ ഗുഡ്. സ്പിനച്ച് ആൻഡ് ചീസിൻ്റെ ഈ സ്പിനച്ചിൻ്റെ കുറച്ച് ഫ്ലേവർ കുറച്ച് സ്ട്രോങ് ആണ്. സോ എനിക്ക് സ്പിനച്ചിൻ്റെ അത്രയും ഇഷ്ടപ്പെട്ടില്ല, കാരണം സ്റ്റഫിങ് കുറച്ച് കൂടുതലാണ് സ്പിനച്ചിൻ്റെ. മഷ്റൂം ആൻഡ് ചീസ് പാസ്ത, ഇതെല്ലാം സ്റ്റഫ്ഡ് പാസ്തയാണ്. കുറച്ച് റെയർ അല്ലേ ഇങ്ങനെ സ്റ്റഫ്ഡ് പാസ്ത കിട്ടാൻ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. മഷ്റൂമിൻ്റെ ഫ്ലേവറാണ്. സോ ഇറ്റ്സ് വെരി ഏർത്തി, ഭയങ്കര ഏർത്തി ഫ്ലേവറാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ സേഫ് ഓപ്ഷൻ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഈ 4 ചീസ് പാസ്തയാണ്, ക്വാത്ര ഫോർമാറ്റ് പാസ്ത. പക്ഷേ ഐ ലവ് ദിസ് മഷ്റൂം പാസ്ത ഓൾസോ. പിന്നെ ഞാനിപ്പോൾ കാണിച്ചില്ല ഒരു പ്ലേറ്റിലെ ഫുഡ്, അതാണ് ഞാനും പ്രിയയും കൂടെ ഷെയർ ചെയ്യുന്നത്. കാരണം നമ്മളിങ്ങനെ ഷെയർ ചെയ്താലേ നമുക്ക് എല്ലാ ഐറ്റംസും ടേസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഐ റെക്കമെൻഡ് യു ഗൈസ് ഓൾസോ ടു ഡു ദ സെയിം തിങ്. ഓരോരുത്തർക്ക് വേണ്ടി ഓർഡർ ചെയ്യാതെ കുറച്ചായിട്ട് ഓർഡർ ചെയ്തിട്ട് ഷെയർ ചെയ്താൽ നമുക്ക് എല്ലാം ടേസ്റ്റ് ചെയ്യാൻ പറ്റും. ഗൈസ് ഇതൊക്കെയാണ് എനിക്ക് ഈ എക്സ്പീരിയൻസ് ആക്ച്വലി ഗ്രാൻഡ് ഹൈറ്റിൽ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇതിപ്പോൾ പൊക്കി പറയാൻ നിങ്ങൾക്ക് തോന്നും, പക്ഷേ ഫോർ മീ എനിക്ക് ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇത്രയും പൈസ കൊടുത്ത് നമ്മൾ കഴിക്കുമ്പോൾ ഇത് ലെമൺ സോർബേ ആണ്. ഓക്കെ, ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡെസേർട്ട് അല്ല. നമ്മളിപ്പം ഓബ്വിയസ്ലി നമ്മുടെ പാസ്ത കഴിച്ചു കഴിഞ്ഞേ ഉള്ളൂ, ഇനിയും കഴിക്കാൻ കിടക്കുന്നുണ്ട്. ഇത് നമ്മുടെ പാലറ്റ് ക്ലെൻസ് ചെയ്യാനാണ്. കാരണം ഇപ്പം നമ്മുടെ വായയിൽ സൂപ്പ് അല്ലെങ്കിൽ ഇപ്പം കഴിച്ചത് പാസ്തയുടെ ഒക്കെ ഫ്ലേവേഴ്സ് കാണും. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മൗത്തിൽ ടേസ്റ്റ് ബഡ്സ് ന്യൂട്രൽ ആക്കണം എന്ന് പറയുമ്പോൾ ഒന്നും കഴിക്കാത്തൊരു ഫീലിംഗ് വരണം. അതിനാണ് ഈ പാലറ്റ് ക്ലെൻസർ ഇവിടെ കൊണ്ടുവരുന്നത്. സോ ദിസ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. എനിക്കിതൊക്കെ ഇങ്ങനെയൊക്കെ ഐ ഫീൽ സോ സ്പെഷ്യൽ വെൻ ഐ കം ഹിയർ. ഒരു ഇന്റർനാഷണൽ ഡൈനിങ് എക്സ്പീരിയൻസ് ആണ് ശരിക്കും എനിക്ക് ഇവിടുന്ന് കിട്ടുന്നത്. ഞാൻ വിചാരിച്ചത് ഐസ്ക്രീമാണ്, ഫുഡ് കഴിഞ്ഞു എന്നാണ്. ഞാൻ ഇപ്പോൾ വ്ളോഗിൽ പറയുന്നത് കേട്ടപ്പോഴാണ് പ്രിയയ്ക്ക് മനസ്സിലായത്. ആക്ച്വലി അത്ര സ്ട്രോങ് ഫ്ലേവർ അല്ലല്ലോ അല്ലേ? ഇറ്റ്സ് വെരി ലൈറ്റ്. ഇറ്റ്സ് ഫോർ ക്ലെൻസിങ് യുവർ പാലറ്റ്, യുവർ ടങ്. എല്ലാ മൾട്ടി കോഴ്സ് മീൽസിനും എബ്രോഡൊക്കെ ഇങ്ങനത്തെ ഒരു ഡിഷ് കാണും, ഇടയ്ക്കിടയ്ക്ക് തരും. അതാണ് ഞാൻ പറയുന്നത്. ഞാൻ നല്ല നല്ല റെസ്റ്റോറൻറ്റ്സിൽ വെളിയിൽ പോകുമ്പോൾ ഐ കോൾ യു സിറ്റ് ഇൻ എ റൂം ആൻഡ് സ്ലീപ്പ്. ഞാൻ പോയി കഴിക്കും. ഇതൊക്കെ അവിടെ എന്നോട് വന്നായിരുന്നെങ്കിൽ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യായിരുന്നു. ഇത് തൊട്ട് വരുമല്ലോ. ഓക്കെ, ഒരു കഥ പറയാണ്, പൊങ്ങച്ചല്ലോ കേട്ടോ, ഒരു കഥയാണ്. ഇത് കഴിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നതാ. തായ്ലൻഡ് ബാങ്കോക്കിൽ ഏറ്റവും നമ്പർ 1 റെസ്റ്റോറൻറ്റ് ഗഗൻ എന്ന് പറഞ്ഞ ഒരു ഇന്ത്യൻ്റെ റെസ്റ്റോറൻ്റ് ആണ്. ഓക്കെ, അതൊരു മിഷ്ലിൻ സ്റ്റാർ റെസ്റ്റോറൻ്റ് ആണ്. ഐ തിങ്ക് ഇറ്റ്സ് ഓൺലി മിഷ്ലിൻ സ്റ്റാർ റെസ്റ്റോറൻറ്റ് ഇൻ തായ്ലൻഡ്. അവിടെ ഞങ്ങൾ ആക്ച്വലി ഹണിമൂണിന് പോയപ്പോൾ എനിക്കിതിനെ കുറിച്ച് അറിയാമായിരുന്നു. ഞങ്ങളുടെ ഫസ്റ്റ് അബ്രോഡ് ട്രിപ്പ് ഹണിമൂണിന് ബാങ്കോക്കിലായിരുന്നു. പക്ഷെ അന്ന് നമുക്കത് കഴിക്കാൻ പറ്റില്ല, കാരണം 8,000 റുപ്പീസാണ് അവിടെ ഒരാൾക്ക് ഡിന്നർ. നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല. ഒരു 24 കോഴ്സ് മെനു ആണ്. 24 കോഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരുപാട് കാണുമെന്ന് വിചാരിക്കരുത്. ഓരോ ഐറ്റം വളരെ കുറച്ചേ കാണുള്ളൂ. അന്ന് നമ്മൾ ഓബ്വിയസ്ലി കല്യാണമൊക്കെ കഴിഞ്ഞ് ഫിനാൻഷ്യലി ഒന്നും അത്രയും നമുക്ക് ലാവിഷ് സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അന്ന് ഞാൻ പോയില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പം ഒരു 2 ഇയേഴ്സ് ബാക്കാണ് ഞാൻ ഒറ്റയ്ക്ക് ഒരു ആവശ്യത്തിന് ഒരു 2 ദിവസത്തേക്ക് തായ്ലൻഡിൽ പോയി. അന്ന് ഞാൻ പ്രിയനോട് പറഞ്ഞിട്ടില്ല കേട്ടോ ഇത്. അന്ന് ഞാൻ പോയി കഴിച്ചായിരുന്നു ഷെഫ് ഗഗൻ്റെ. അത് ഇപ്പോഴും എൻ്റെ ലൈഫിൽ വൺ ഓഫ് ദ മോസ്റ്റ് മെമ്മറബിൾ എക്സ്പീരിയൻസ് ആണ്. വ്ളോഗ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള ഒരു വിഷമേ ഉള്ളൂ. ഗൈസ്, അപ്പോൾ നമ്മുടെ മെയിൻ സാധനം എത്തിയിട്ടുണ്ട്. ദിസ് ഇസ് ദർ. ഇവിടെയുള്ള എല്ലാ ഗ്രിൽസും ഒരു പ്ലാറ്റർ ആക്കി അവർ തന്നിരിക്കുന്നതാണ്. ഇത് ഓബ്വിയസ്ലി വെജീസ് ആണ്. ഇത് ഓസ്ട്രേലിയൻ ലാംപ്, ബെസ്റ്റ് ലാംപ് ആക്ച്വലി ഓസ്ട്രേലിയൻ തന്നെയാണ്. അപ്പോൾ ഇത് ഓസ്ട്രേലിയൻ ലാംപ് ചോപ്സ് ആണ്. എനിക്ക് തോന്നുന്നത് കുറച്ച് ഹെർബ് ക്രസ്റ്റഡ് ലാംപ് ചോപ്സ്. ഇത് നമ്മുടെ ലോക്കൽ ടൈഗർ പ്രോൺസ് ആണ്. പക്ഷേ കണ്ടിട്ട് ലോബ്സ്റ്റർ ഉണ്ട്, പക്ഷേ ഇറ്റ്സ് സോ ബിഗ്. ടൈഗർ പ്രോൺസ്. പിന്നെ അതല്ലാതെ ഇവിടെ കുറച്ച് ലാംപ് ചോപ്സും ഉണ്ട് ആൻഡ് ബ്രോക്കലി സ്റ്റിക്കും ഉണ്ട്. സോ ദാറ്റ് ഇസ് ദ മെയിൻ കോഴ്സ്. പ്രിയ തുടങ്ങി കഴിക്കാൻ. എങ്ങനെയുണ്ട്? പ്രിയ ലവ്സ് ഗ്രിൽസ് കേട്ടോ. പ്രിയയുടെ ഫേവറേറ്റ് ക്യൂസീനാണ് ഗ്രിൽസ്. എങ്ങനെയുണ്ട് പ്രോൺസ് ഒക്കെ? ഇത് ആക്ച്വലി വലിയ അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല, കാരണം ദേ ഹാവ് അങ്ങനെ ഒരുപാട് കുക്ക് ഓൾവേസ് വിൽ ബി പെർഫെക്റ്റ്. പിന്നെ ഒരുപാട് മസാലയൊന്നും ഇല്ല. സോ ദോസ് ലൈക്ക് മീറ്റ് ക്യാൻ ഓബ്വിയസ്ലി ഓർഡർ ദിസ് പ്ലാറ്റർ അല്ലേ? വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല ഇതിൽ. വളരെ കോംപ്ലെക്സ് കുക്കിംഗ് ഒന്നുമല്ല, വളരെ സിമ്പിൾ കുക്കിംഗ് ആണ്. അതുകൊണ്ട് വളരെ ടേസ്റ്റി തന്നെയായിരിക്കും. ലാംപ് ചോപ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ വീണ്ടും പറയാണ്, അധികം സോസ് ഇട്ടോ അല്ലെങ്കിൽ ഒരുപാട് മാരിനേറ്റ് ചെയ്ത് ഈ സാധനം നശിപ്പിച്ചിട്ടില്ല. മീറ്റിന്റെ പ്രോപ്പർ ടേസ്റ്റ് തന്നെയാണ് കിട്ടുന്നത്. ഫീൽ സോ മട്ടനി, സോ മീറ്റി, സോ ഗുഡ്. ആൻഡ് ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ കാണാം, എനിക്ക് ലൈറ്റിൻ്റെ കാര്യം അറിയില്ല, ഒരു നടുക്ക് കണ്ട ഒരു പിങ്കിഷ് ഉണ്ട്, വെളിയിൽ കുറച്ച് ബ്രൗൺ ആണ്. സോ ഇറ്റ് ഇസ് ആക്ച്വലി ഐ തിങ്സ് ഒരു മീഡിയം റെയർ കുക്കാണ്. ആൻഡ് ദിസ് ഇസ് ദ പെർഫെക്റ്റ് കുക്ക്. ഇപ്പം വെൽഡൺ ഒന്നും നിങ്ങൾ ഒരിക്കലും ഇവിടെ ഒന്ന് പറയരുത്, കാരണം ഭയങ്കര റബ്ബറി ആയിരിക്കും. മീഡിയം റെയർ അല്ലെങ്കിൽ മാക്സിമം മീഡിയം, അതിൻ്റെ അപ്പുറം പോകരുത്. ദിസ് ഇസ് റിയലി ഗുഡ്. ഇത് കണ്ട, ഇത്
മൊത്തം ഞാൻ ആ പ്രോൺസിന്റെ ഒന്ന് ചൊരണ്ടി എടുത്തതാണ്. പക്ഷെ ഒറ്റ ഒരു പീസായിട്ട് തന്നെ കിട്ടി. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും കൊതി വരും. നമ്മൾ മലയാളീസ് മറ്റേ ചെമ്മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനാണല്ലോ. ദിസ് ഇസ് ലൈക്ക് ഒരു ക്ലങ്ക് ഓഫ് പ്രോൺസ് തന്നെയാണ്. സോറി, ടേസ്റ്റ് കാരണമാണ്. വൺ വേർഡ്, അതെന്താന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. ഔട്ട്സ്റ്റാൻഡിങ്. വലിയ എസ്തെറ്റിക് ഒന്നുമല്ല, ജസ്റ്റ് ചെമ്മീൻ്റെ തൊലിയുടെ സൈസ് ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ഇതിൻ്റെ അകത്തുനിന്ന് മീറ്റ് ജസ്റ്റ് പോർക്ക് വെച്ച് ഇങ്ങനെ കാണിച്ചപ്പോൾ തന്നെ വന്നു. എനിക്ക് ആക്ച്വലി പ്രോൺസിന്റെ തല ഇഷ്ടമാണ്. ഇതൊന്ന് കഴിച്ചു നോക്കാം. വീട്ടിലമ്മ പ്രോൺസ് ഉണ്ടാക്കുമ്പോൾ അമ്മ തല മാത്രം മാറ്റിയിട്ട് അത് ഫ്രൈ ചെയ്ത് കഴിക്കും. ഈ മട്ടൻ ചോപ്സും ഇതുപോലെ ലാം ചോപ്സ് കിട്ടുന്നതും വളരെ റെയർ ആണ്. ഇതും ഓസ്ട്രേലിയൻ ലാംപ് തന്നെയാണ്. ഒന്നും പറയാനില്ല. വേദു ഭയങ്കര ഹാപ്പിയാണ്. കുറെ ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്. വേദുവാണ് അവരുടെ ഒക്കെ എന്റർടൈൻമെന്റ്. എല്ലാ പിള്ളേരുമായിട്ട് എന്റർടൈനിങ് ആണ് വേദു ഇവിടെ. അപ്പൊ നമ്മുടെ സ്വീറ്റ് ഡെസേർട്ട് എത്തിയിട്ടുണ്ട്. ഇതോടെ ഇന്നത്തെ ദിവസം അവസാനിക്കുകയാണ്. ഞങ്ങളിപ്പോൾ യൂറോപ്പ് ട്രിപ്പിൽ വന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് അറിയാം, ഞങ്ങൾ ലാസ്റ്റ് പോയ യൂറോപ്പ് ട്രിപ്പിലാണ്. അവിടെ കഴിച്ച ഏറ്റവും ഒരു ഫേമസ് ആണ് ഇത് ബവേറിയൻ ക്രീമാണ്. ഇതിലൂടെ കുറച്ച് റാസ്ബെറി ക്രംബിൾ ഉണ്ട്. ആൻഡ് ഇത് മോൾട്ടൺ ചോക്ലേറ്റ്. അവർക്ക് അറിയാൻ തോന്നുന്നു, ഞാൻ ചോക്കോഹോളിക് ആണ്. ഇത് ലാവ മോൾട്ടൺ ചോക്ലേറ്റ് കേക്ക് ആണ്. അതിൻ്റെ കൂടെ സോൾട്ടഡ് കാരമൽ ഐസ്ക്രീം. ഡെസേർട്ടിന്റെ റിവ്യൂ പറയുന്നതിന് മുമ്പ് പ്രിയ അഭിപ്രായം പറയാം. പിന്നെ ഡെസേർട്ടിന്റെ ആളാണല്ലോ പ്രിയ. ഓക്കെ, അപ്പൊ ബവേറിയൻ ക്രീം ട്രൈ ചെയ്യാണ് ആദ്യമേ. അതിൻ്റെ കൂടെ റാസ്ബെറി ക്രംബിൾ ഉണ്ട്. മേളില് ഫ്രഷ് ക്രീമാണ്. ഓക്കെ, ഞാൻ കണ്ണടക്കാതിരിക്കാൻ കൺട്രോൾ ചെയ്യാണ്. എന്താ പറയണ്ടേ, എന്താ പറയാ ഞാൻ? ഒന്നും പറയണ്ട, കാരണം എനിക്ക് മനസ്സിലാവും. ഇനി ചോക്ലേറ്റ് കേക്ക് ഒന്ന് നോക്കൂ. ഇറ്റ്സ് ലാവ കേക്ക്. ഇത് കാണുമ്പോ തന്നെ അറിയാം. സോൾട്ടഡ് കാരമൽ ഐസ്ക്രീം ആണ്. അടിപൊളിയല്ലേ? മതി ഞാൻ എന്നിട്ട് ഓക്കെ ഞാൻ ടേസ്റ്റ് ചെയ്തോട്ടെ. സോ ഹാപ്പി. ദിവസത്തിന്റെ തുടക്കം തൊട്ട് അവസാനം വരെ ഇറ്റ് വാസ് ടു ഗുഡ് ആൻഡ് ദിസ് എൻഡിങ് ഇസ് ദ ബെസ്റ്റ്. ഏതെങ്കിലും ചോക്ലേറ്റ് ലവേഴ്സ് ഉണ്ടെങ്കിൽ ഹയാത്തിലെ ഈ കോളനി ഗ്രില്ലിൽ വരുവാണെങ്കിൽ പ്ലീസ് ട്രൈ ദിസ് ചോക്ലേറ്റ് മോൾട്ടൺ ലാവ കേക്ക് വിത്ത് സോൾട്ടഡ് കാരമൽ ഐസ്ക്രീം. ഇറ്റ് ഇസ് സോ റിച്ച്. ഇറ്റ് റീക്സ് ഓഫ് ക്വാളിറ്റി. കാരണം സാധാരണ ചിലപ്പോൾ ചോക്ലേറ്റ് കോമ്പൗണ്ട് ഒക്കെ വെച്ചാണെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാക്കുന്നത് ഭയങ്കര ഒരു ഓയിലി ടേസ്റ്റ് ആയിരിക്കും വരുന്നത്. ഇത് പ്രോപ്പർ മറ്റേ കൊക്കോ ബട്ടർ ഉള്ള ചോക്ലേറ്റ് അല്ലെങ്കിൽ കുവൈറ്റ് ചോക്ലേറ്റ് വെച്ചാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. വി ക്യാൻ ലിറ്ററലി ടേസ്റ്റ് ദ ചോക്ലേറ്റ്. ആ ഫ്ലേവർ ആണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതല്ലാതെ എൻ്റെ സോൾട്ടഡ് കാരമൽ ഐസ്ക്രീമും കൂടെ വരുമ്പോൾ ഇറ്റ്സ് സോ ഡെലിഷ്യസ്. വേദു എന്നെ പാക്കിൽ നിന്ന് വിളിക്കുന്നുണ്ട്. വേദു ഡോണ്ട് ഡിസ്റ്റർബ് മീ, ഐ വാണ്ട് ടു ഈറ്റ് ദിസ്. Guys, see how soft it is. കണ്ട, ശരിക്കും ഭയങ്കര സോഫ്റ്റ് ആണ്. ആൻഡ് നിങ്ങൾക്ക് ആ ചോക്ലേറ്റ് ലൈറ്റ് കുറച്ച് കുറവാണ്, പക്ഷെ എന്നാലും ആ ചോക്ലേറ്റ്നെസ് കാണാൻ പറ്റുന്നില്ലേ? ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഹൗ ഗുഡ് ഇറ്റ് വിൽ ബി. നിങ്ങൾ ഇമാജിൻ ചെയ്യുന്നതിനേയും കാട്ടി ഒരു 10 times ബെറ്റർ ആയിരിക്കും ഇത്. ദിസ് ഇസ് മൈ പേഴ്സണൽ ഗ്യാരണ്ടി. ഒരിക്കലും ഒരാൾക്കും, ഒരു ചോക്ലേറ്റ് ലവറിന് ഒരിക്കലും ഇതിനെക്കുറിച്ച് ഒരു കുറ്റവും പറയാൻ പറ്റില്ല. ഇത് ഒരെണ്ണം കഴിച്ച് നിർത്താനും പറ്റില്ല. ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. ഞാൻ എഴുന്നേറ്റതേ ഉള്ളൂ. സമയം 7:30. ഇന്നലെ കിടന്നപ്പോൾ 4 മണിയായി. നമ്മുടെ ലവ് സ്റ്റോറി ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ വെച്ച്. അപ്പോൾ അതിൻ്റെ എഡിറ്റിംഗ് കഴിയണമായിരുന്നു. അപ്പോൾ കിടന്നപ്പോൾ ലേറ്റായി. പക്ഷേ ലേറ്റ് എഴുന്നേക്കാൻ പറ്റില്ല, കാരണം ബ്രേക്ക്ഫാസ്റ്റ് ബുഫേ ഉണ്ട്. അപ്പോൾ ഞാൻ ഞങ്ങളുടെ ഹോട്ടൽ റൂമിൻ്റെ ഹാളിലേക്ക് വന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ ലിവിങ് ഏരിയയിലേക്ക് വന്നിരിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് മോർണിംഗ് ഇവിടുത്തെ വ്യൂ ഒന്ന് കാണിച്ചു തരാം. ശരിക്കും ബെഡ്റൂമിൽ നിന്നാണ് അടിപൊളി, കാരണം 2 സൈഡിലും വിൻഡോസ് ആണ്. പക്ഷെ അവിടെ എല്ലാവരും കിടന്ന് ഉറങ്ങുവാണ്. നല്ല പ്രിയം മോനും. പക്ഷെ മോർണിംഗ് ഇങ്ങനത്തെ വ്യൂ, ദിസ് ഇസ് ആക്ച്വലി പ്രോപ്പർ വെക്കേഷൻ ഗൈസ്. ശരിക്കും വേറെ ഏതൊരു സ്ഥലത്തുള്ള പോലെ. ആൻഡ് ഫീലിംഗ് സോ ഗുഡ്. എഴുന്നേക്കുമ്പോൾ തന്നെ കുറച്ച് നേരം ഉറങ്ങിയുള്ളെങ്കിലും ഫീലിംഗ് സോ റിഫ്രഷിങ് ആൻഡ് റിലാക്സ്ഡ്. ഞാൻ ആക്ച്വലി രാവിലെ ഇവിടെ കുറച്ച് നേരം വെറുതെ വന്നിരുന്നു, ഒന്നും ചെയ്തില്ല, വെറുതെ ഇവിടെ നോക്കിക്കൊണ്ടിരുന്നു. ആൻഡ് ഐ എം ഫീലിംഗ് സോ ഗുഡ്, സോ റിലാക്സ്. ഇനി വേഗം പ്രിയേനൊക്കെ എഴുന്നേൽപ്പിച്ച് ബ്രേക്ക്ഫാസ്റ്റിന് പോവാം.
ഗൈസ് പ്രിയ എഴുന്നേറ്റൊന്നും തോന്നും, പക്ഷെ ഇങ്ങനത്തെ ഒരു പാത്രമാണെങ്കിൽ പ്രിയ ഒരുപാട് നേരം അവിടെ സ്പെൻഡ് ചെയ്യും. വേഗം വിളിച്ചില്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് മിസ് ചെയ്യുന്നതായിരിക്കും. പ്രിയ ഇന്നെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് മിസ് ചെയ്യല്ലേ. കഴിഞ്ഞ ആദ്യത്തെ നമ്മുടെ സ്റ്റേജ് പ്രിയ കാരണം ബ്രേക്ക്ഫാസ്റ്റ് 20 മിനിറ്റിൽ കഴിക്കേണ്ടി വന്നു. ഇവ പ്രിയ എഴുന്നേറ്റു, ഇനി വേദുവിനെ എഴുന്നേൽപ്പിക്കണം. എപ്പോൾ പോയി കഴിക്കാൻ പറ്റുമോ? മതി ബാ. വേദു ബോയ് ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പ്രിയയുടെ ബ്രേക്ക്ഫാസ്റ്റ് പ്രിയ കഴിഞ്ഞോടെ ഓർമ്മയുണ്ടല്ലോ ഓടേണ്ടി വന്നത്. ഇന്ന് കുഴപ്പമില്ല, ഇന്ന് കറക്റ്റായി. അന്തു ഈ വ്ളോഗ് കാണുമെന്നറിയാം. നമ്മൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ പഴങ്കഞ്ഞി ഇല്ലായിരുന്നു, പക്ഷെ ഇത്തവണ പഴങ്കഞ്ഞി ഉണ്ട്. ബുഫേയിൽ ആക്ച്വലി നെഗ്ലക്റ്റഡ് സാധനമാണ്, പക്ഷെ ദിസ് ക്രോസന്റ് ഇസ് ടു ഗുഡ് ഗൈസ്. ഇറ്റ്സ് സോ സോഫ്റ്റ്, സോ എയറി, സോ ലൈറ്റ്, സോ ബട്ടറി. ഇത് കണ്ട, ഇത് പിടിക്കുമ്പോൾ തന്നെ പൊടിഞ്ഞു വരുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഇസ് സോ സോഫ്റ്റ്. സിമ്പിൾ സാധനമാണ്, ബട്ട് ഇറ്റ്സ് സോ ഡെലിഷ്യസ്. പിന്നെ ഈ ഹയാത്തിലെ ബ്രേക്ക്ഫാസ്റ്റിൽ ബുഫേ പോലെ ആണെങ്കിലും അവരാണ് എല്ലാം സെർവ് ചെയ്യുന്നത്. നമ്മളവിടെ പോയാൽ അവർ തന്നെ സെർവ് ചെയ്യും. സോ നമുക്ക് പഴയ പോലെ ബുഫേ പോയി എല്ലാം എടുക്കാൻ പറ്റില്ല. പക്ഷേ ബുഫേ സ്പ്രെഡ്, പക്ഷെ അവർ തന്നെയാണ് നമുക്ക് സെർവ് ചെയ്യുന്നത്. പ്രിയ അങ്ങനെ ഹാപ്പി അവസാനം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റിയതിൽ. ആൻഡ് ദിസ് ഇസ് ആക്ച്വലി പ്രോപ്പർ ബ്രേക്ക്ഫാസ്റ്റ് വിത്ത് വ്യൂ. ക്രോസോൺ ഞാൻ പറഞ്ഞിട്ടെടുത്തതാണ്. ഇഷ്ടമായില്ലേ? അപ്പോൾ ഫ്രണ്ട്, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് അധികം കവർ ചെയ്യുന്നില്ല, ബട്ട് ഐ ജസ്റ്റ് റൺ ത്രൂ വാട്ട് ഓൾ ഐറ്റംസ് അവൈലബിൾ. ഡീറ്റെയിൽഡ് ആയിട്ട് കാണണമെങ്കിൽ ഞങ്ങളിവിടെ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് റിവ്യൂ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ആൻഡ് ഇവിടെ ഒബ്വിയസ്ലി എല്ലാം നമ്മുടെ ഈ സ്മോക്ക് സാൽമൺസ് എല്ലാം, ഈ കോൾഡ് കട്ട്സ് എല്ലാം ബേസിക്കലി ഇവിടെ ഉണ്ട്. ഇവിടുന്ന് സെലക്ട് ചെയ്യാൻ ടേബിളിൽ സെർവ് ചെയ്യുന്നതായിരിക്കും. ഇത് ബേക്ക്ഡ് യോഗേർട്സും കുറച്ച് വെജിറ്റബിൾസ്, ഹമൂസ്, അങ്ങനത്തെ സാധനങ്ങൾ. പിന്നെ ഇത് ഒബ്വിയസ്ലി സീരിയൽസ് ഉണ്ട് ഇവിടെ. അതല്ലാതെ 4 ടൈപ്സ് ഓഫ് മിൽക്ക് ഉണ്ട്. ഫുൾ ഫാറ്റ്, സോയ് മിൽക്ക്, ലോ ഫാറ്റ് മിൽക്ക്, ആൽമണ്ട് മിൽക്ക്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഉണ്ട്. ഇനി അവിടെയാണ് ബുഫേ സ്പ്രെഡ് ഇരിക്കുന്നത്. ആക്ച്വലി ദോശ ഇസ് എ വെരി ബിഗ് ഹൈലൈറ്റ് ഓവർ ഹിയർ. ദേ ഹാവ് ക്ലോസ് ടു 6 ടൈപ്സ് ഓഫ് ദോശ. ഗീ ദോശ, റാഗി ദോശ, മൈസൂർ ദോശ, പൊടി ദോശ. ഞാൻ പൊടി ദോശയാണ് ഓർഡർ ചെയ്തത്. ആൻഡ് പഴങ്കഞ്ഞി ഇസ് ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്യണം. ഇറ്റ്സ് എ വെരി ഒത്തൻറ്റിക് കേരള ഡിഷ്. ആൻഡ് പിന്നെ സാമ്പാർ, ഇസ് ഓൾ എ സൗത്ത് ഇന്ത്യൻ സ്പ്രെഡ്. സാമ്പാർ, വട, കേസരി, നമ്മുടെ വൺ ഓഫ് ദ ഫേവറേറ്റ് ഡിഷ് കേസരി. പൊങ്കലും ഒബ്വിയസ്ലി ഇറ്റ്സ് റിയലി ഗുഡ്. വട എല്ലാം ഉണ്ട്. പിന്നെ ഇവിടെ കുറച്ചും കൂടെ അപ്പം, ഓൾ ഇസ് മെയ്ഡ് ടു ഓർഡർ ലൈവ് കൗണ്ടേഴ്സ്. ചിക്കൻ സ്റ്റൂ, ആലു, ദിസ് ഇസ് ദ നോർത്ത് ഇന്ത്യൻ സ്പ്രെഡ്. ആൻഡ് ദെൻ ഇവിടെ കുറച്ച് കോണ്ടിനെൻ്റൽ സ്പ്രെഡ്സ് ഉണ്ട്. സോസേജസ്, ആഷ് ബ്രൗൺസ്, ഗ്രിൽ ടൊമാറ്റോസ് ആൻഡ് വെജിറ്റബിൾസ്. പിന്നെ നമ്മുടെ മെയിൻ ഫേവറേറ്റ് സെക്ഷൻ വേറെ ഒരെണ്ണമുണ്ട്. ദേ ഹാവ് വാഫിൾസ്, പാൻ കേക്ക്സ്, ഫ്രഞ്ച് ടോസ്റ്റ്. ഇതൊക്കെ ഫ്രഷ് മെയ്ഡ് ടു ഓർഡർ ആണ്. ആൻഡ് ഇവിടെയും നമുക്ക് ബ്രെഡ് സെക്ഷൻസ് ആണ്. ക്രോസൻസ് ഉണ്ട്, മഫിൻസ് ഉണ്ട്, ബ്ലൂബെറി മഫിൻസ് ആൻഡ് പിന്നെ മാവൽ കേക്ക്സ്. ക്രോസൻ മസ്റ്റ് ട്രൈ ആണ്, ഐ ലവ് ഇറ്റ്. ആൻഡ് പിന്നെ ഫ്രഷ് ഫ്രൂട്ട്സ് ഉണ്ട്. ആൻഡ് യു ഗോട്ട് 4 ടൈപ്സ് ഓഫ് ജ്യൂസ്. ഇതല്ലാതെ നിങ്ങൾക്ക് കോഫി, ടീ, കോൾഡ് കോഫി, ഹോട്ട് ചോക്ലേറ്റ്, അങ്ങനത്തെ എന്ത് വേണമെങ്കിലും അതും എല്ലാം കിട്ടുന്നതായിരിക്കും. വേദു പാവൻ മിണ്ടാതിരിക്കുന്നുണ്ട് ഇത്രയും നേരം വീഡിയോ എടുക്കാൻ. അത് ഈ ചോക്കോസ് കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ്. തന്നെ ഇരുന്ന് അവിടെ കഴിക്കുന്നുണ്ട്. ഗൈസ്, പ്രിയയുടെ പണി കണ്ട? പ്രിയ ഓർഡർ ചെയ്തിരിക്കുന്ന സാധനങ്ങൾ. ഇത് ബ്ലൂബെറി യോഗേർട്ട്, ഇത് മുസ്ലിയാണ്, ഇത് സം ഓസം ഫ്രഞ്ച് ടോസ്റ്റ് വിത്ത് സം വിപ്പ് ക്രീം, ഇത് ഡാർക്ക് ചോക്ലേറ്റ് വാഫിൾസ് ആൻഡ് സം പാൻ കേക്ക് വിത്ത് സിനമൺ ആൻഡ് ഹണി. ഓർഡർ ചെയ്ത ആൾ ദേ ഇരിക്കുന്നത്. ഗൈസ്, പാൻ കേക്ക്, വാഫിൾസ്, ഫ്രഞ്ച് ടോസ്റ്റ്. നിങ്ങൾക്ക് ഇതിൽ ഏതാ കഴിക്കണം എന്ന് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ, എല്ലാം കഴിക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഫ്രഞ്ച് ടോസ്റ്റ് ആണ്. ഇറ്റ്സ് സോ സോഫ്റ്റ്, സോ ഫ്ലേവർഫുൾ ആൻഡ് ഭയങ്കര ഒരു സിനമൻ്റെ ഒരു ഹിറ്റ് ഉണ്ട്. അതിൻ്റെ കൂടെ നല്ലൊരു ഹണിയുടെ സ്വീറ്റ്നെസ് ഉണ്ട്. ഒരു വോം ഹഗ്, രാവിലെ നമുക്കൊരു വോം, നമ്മുടെ ഇഷ്ടമുള്ളവരുടെ നമുക്കൊരു കെട്ടിപ്പിടുത്തം കിട്ടില്ല, അതുപോലത്തെ ഒരു ഫീലിംഗ് ആണ് ഈ ഒരു ഫ്രഞ്ച് ടോസ്റ്റ് കഴിക്കുമ്പോൾ. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് തിരിച്ച് റൂമിൽ പോവാണ്. പക്ഷെ വേദുവിന് ഇപ്പൊ പ്രാം വേണ്ട. വേദു വലിയ ആളായി, പ്രാം തള്ളിക്കൊണ്ട് കിടക്കുന്ന ഒരു ബോയ് ആയി, ബേബിയായി, ഹാപ്പിയായി. So once again, I think so ഇപ്പോഴാണ് ഈ ഓഫർ നടക്കുമ്പോഴാണ് ബെസ്റ്റ് ടൈം ഇഫ് യു ഗോയിങ് ടു സ്റ്റേ ആൻഡ് എൻജോയ് ഹയാത്ത്.
ഭയങ്കര നല്ലൊരു ഡീലായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം ഒന്നും കൂടെ പറയാൻ ഞാൻ 8,000 rupees ആണ് ഒരു നോർമൽ റൂം കിട്ടും. പക്ഷേ നിങ്ങൾ കിഡ്സ് ഉണ്ടെങ്കിൽ ദിൽ ഗിവ് യു സെപ്പറേറ്റ് റൂം. നിങ്ങളുടെ റൂമിൽ തന്നെ കിടക്കണം എന്നില്ല, സെപ്പറേറ്റ് റൂം തരും. എനിക്കൊന്ന് ബിലോ 12 years ആണെങ്കിൽ അത് കണക്റ്റിംഗ് റൂംസ് ആയിട്ട് കിട്ടും. ആൻഡ് 8,000 rupees ആണ്. അതിൽ ബ്രേക്ക്ഫാസ്റ്റും ഉണ്ട് ആൻഡ് ലഞ്ച് അല്ലെങ്കിൽ ഡിന്നർ 2 പേർക്ക്. അതല്ലാതെ അപ്ഗ്രേഡ് വേണമെങ്കിലും എനിക്കൊന്നൊരു 50% ഡിസ്കൗണ്ടിൽ അപ്ഗ്രേഡും കിട്ടും. അതല്ലാതെ എല്ലാ ഫുഡും മറ്റേ ടീ കോഫി അങ്ങനത്തെ എല്ലാ ഐറ്റംസിനും ഒരു 20% ഓഫ് ഉണ്ട്. സോ ഇനി എനിക്ക് തോന്നില്ല ഇങ്ങനത്തെ ഒരു ഓഫർ വരുന്നു. സോ ഇഫ് യു വോണ്ട് ടു എൻജോയ് ഹയാത്ത്, നൗ ഇസ് ദ റൈറ്റ് ടൈം. എനിക്ക് അധികം ഡീറ്റെയിൽസ് ബാക്കി അറിയില്ല, നിങ്ങൾ നേരെ ഹയാത്തെ വിളിച്ചാൽ മതി. ഒരു റിക്വസ്റ്റ് ഉണ്ട്, പറ്റുമെങ്കിൽ നിങ്ങൾ വിളിച്ച് ബുക്ക് ചെയ്യുമ്പോൾ ഞങ്ങളുടെ വ്ളോഗ് കണ്ടിട്ട് നിങ്ങൾ ബുക്ക് ചെയ്യുന്നതെന്ന് പറയുക. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അവർ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് തരുമായിരിക്കും, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അത് ഭയങ്കര ഒരു സന്തോഷമായിരിക്കും. കാരണം ദേ വിൽ ഗെറ്റ് ബാക്ക് ടു ഹയാത്തിൻ്റെ ആൾക്കാർ ഞങ്ങളോട് തിരിച്ചു വിളിച്ച് പറയും നിങ്ങളുടെ വ്ളോഗ് കണ്ടിട്ട് ആൾക്കാർ വരുന്നുണ്ടെന്ന്. അപ്പോൾ പറ്റുമെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ പേരും കൂടെ ഒന്ന് മെൻഷൻ ചെയ്യുക ബുക്ക് ചെയ്യുമ്പോൾ. ഗൈസ്, അപ്പോൾ ഇനി ഞങ്ങൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. വേദുവിൻ്റെ കുറച്ച് കളി കാണുക, ഇവിടെ ഇരുന്ന് കുറച്ച് വ്യൂ ഒക്കെ എൻജോയ് ചെയ്യുക, കാറ്റ് കൊള്ളുക, കുറച്ച് ടോട്ടലി റിലാക്സേഷൻ ആവുക. കാരണം ഇന്നലെ വ്ളോഗിങ് കാരണം ഭയങ്കര ഹെക്ടിക് ആയിരുന്നു. അതല്ലാതെ പ്രിയയ്ക്ക് കുറച്ച് ഫോട്ടോഷൂട്ടും ഉണ്ട്. പ്രിയയുടെ കോസ്റ്റ്യൂംസ് ഒക്കെ ബാങ്കോക്ക് ഫാഷൻ ബുട്ടീക്കിന്റെ ആണ്. അപ്പൊ നിങ്ങള് അതെന്തായാലും നമ്മൾ പറയണം. പ്രിയയുടെ ഓൺലൈൻ ബുട്ടീക്കാണ് ബാങ്കോക്ക് ഫാഷൻ ബുട്ടീക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വെസ്റ്റേൺ ക്ലോത്ത്സ് ഒക്കെ, നമുക്ക് ട്രഡീഷണൽ ക്ലോത്ത്സ് ഒന്നുമില്ല, വെസ്റ്റേൺ ക്ലോത്ത്സ് ഒക്കെ വളരെ ചുരുക്കം വിലയിൽ കിട്ടണമെങ്കിൽ ബാങ്കോക്ക് ഫാഷൻ ബുട്ടീക്കിലേക്ക് പോയാൽ മതി. ഞങ്ങളുടെ എല്ലാ ഔട്ട്ഫിറ്റ്സും ബാങ്കോക്ക് എന്നാണ്. എല്ലാവരും ഒരു സംശയമാണ്, ബാങ്കോക്ക് നല്ലേ, ബാങ്കോക്ക് തന്നെയാണ്. അതുകൊണ്ടാണ് ഞങ്ങളുടെ ഔട്ട്ഫിറ്റ്സ് സോൾഡ് ഔട്ട് ആകുമ്പോൾ റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റാത്ത, നമുക്കിപ്പോൾ ബാങ്കോക്കിൽ ട്രാവൽ ചെയ്യാൻ പറ്റാത്തത്. ഗൈസ്, അപ്പൊ ഞങ്ങൾ വീണ്ടും മലബാർ കഫേയിലാണ്. പക്ഷെ പ്രിയയുടെ ഒരു അവസ്ഥ, വേദു കുറച്ച് എനർജിയിലാണ്, വേദു നടന്നുകൊണ്ടിരിക്കണം കേട്ടാ. അതുകൊണ്ട് ഇന്നത്തെ ലഞ്ച് വയ്ക്കാതെ ഞാൻ ഒറ്റയ്ക്ക് കഴിക്കേണ്ടി വരും. പ്രിയ വേണമെങ്കിൽ ഞാൻ റൂമിലേക്ക് എത്തിച്ചു തരാം. ഇവനെ ഒരു ഫുൾ ചുറ്റിയിട്ട് ഞാൻ ടയർഡായിട്ട് ഞാൻ ഒന്ന് കഴിക്കണം. അപ്പം വേദു ടയർഡാവണ്ടേ? എന്നെ പിടിച്ചു. ഒയ്യോ, ഞാൻ ഇങ്ങോട്ട് വരണ്ടായിരുന്നു. രാത്രിയിലത്തെ ഡിന്നർ നിങ്ങൾ കണ്ടു. മോസ്റ്റ്ലി ആയിട്ട് കോണ്ടിനെന്റൽ ഗ്രിൽസ് അങ്ങനത്തെ ഒരു ഐറ്റം ആയിരുന്നു. അപ്പോൾ ഇന്നൊരു വെറൈറ്റി ഇന്ത്യൻ ക്യുസീൻ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ നമ്മൾ മലബാർ കഫേയിലാണ്. പക്ഷേ നിങ്ങൾ മലബാറിന് കേൾക്കുമ്പോൾ കേരള ഫുഡ് അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ ഫുഡ് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കരുത്. ഇവിടെ ഉഗ്രൻ തന്തൂരിയും കബാബ്സും റോട്ടീസും എല്ലാം കിട്ടും. ഞാനും ആക്ച്വലി അത് ഇപ്പോഴാണ് കേട്ടറിഞ്ഞത്. അപ്പോൾ ഒരു ചെറിയ ഒരു സ്റ്റാർട്ടർ വന്നിട്ടുണ്ട്. ഇറ്റ്സ് എ സ്റ്റാർട്ടർ പ്ലാറ്റർ. പിന്നെ വൺ തിങ്, വി ആർ റിയലി ഓണേർഡ് ടു ദാറ്റ് GM of Hayat has joined us. Thank you sir, thank you so much for being with us. അപ്പോൾ പ്ലാറ്ററിനെ കുറിച്ച് പ്ലീസ്, what is a small platter? So this is our seafood platter. Okay. It has tandoori salmon. Tandoori salmon. Yeah. Wow. Okay. Yes, from Scotland. Yeah. Okay. And then we have tandoori prawns. Tandoori prawns. We have mustard marinated sea bass. Sea bass. Scallops, fried pomfret. Okay. And some sheikh kebab in there. Okay. For the dips we have the mint dip, harissa dip, and some mayo. Okay. So actually this is a proper Indian platter, North Indian platter, right? Yeah, but more towards the seafood. Seafood based. Okay. It looks great. Thank you so much. സാൽമൺ ഒക്കെ കഴിച്ചിരിക്കുന്നത് നോർമലി either it is smoked അല്ലെങ്കിൽ നമ്മുടെ സാൻഡ്വിച്ചിനകത്തൊക്കെ വെച്ചാണ്. എന്നാലും അത് സ്മോക്ഡ് ആയിരിക്കുള്ളൂ. ബട്ട് ഇതുണ്ട് സാൽമണിൻ്റെ കളർ, നമുക്ക് ഇവിടെ കിട്ടുന്ന ഒരു ഫിഷിനും ഇങ്ങനത്തെ ഒരു കളർ അകത്ത് കിട്ടില്ല. ആൻഡ് സാൽമൺ ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് ടേസ്റ്റിയസ്റ്റ് ഫിഷ് വിച്ച് ഹാവ് എവർ ഈറ്റൻ ഇൻ ദ വേൾഡ്. ആൻഡ് ഇവിടെ അതിൻ്റെ ഈ ഒരു തന്തൂരിൽ ഞാൻ ആദ്യമായിട്ട് കഴിക്കാൻ പോവാണ്. ഇറ്റ്സ് ഔട്ട്സ്റ്റാൻഡിങ്, ഇറ്റ്സ് റിയലി ഗുഡ്. അതിൻ്റെ കൂടെ വരുന്ന ഈ ബ്രെഡാണ്. വളരെ സിമ്പിൾ സാധനമാണ്, പക്ഷേ ദിസ് ഇസ് ഓൾസോ സോ ഗുഡ്. ഇതിൽ ഫുൾ ഡിഫറൻസ് ഉണ്ടാക്കുന്നത് ഇതിൻ്റെ ടോസ്റ്റഡ് സെസ്മിയാണ്. ദാറ്റ് ഈസ് മേക്കിംഗ് ദിസ് ബ്രെഡ്, അല്ലെങ്കിൽ ഈ ഒരു റോൾ, ഈ ഒരു ബ്രെഡിന് ടേക്കിംഗ് ദിസ് ടു എ ഡിഫറെൻറ്റ് ലെവൽ. ഇറ്റ്സ് അഫ്ഗാനി സ്റ്റൈലാണെന്നാണ് ഷെഫ് പറഞ്ഞത്. ചെമ്മീനെ കുറിച്ച് അഭിപ്രായം പറയേണ്ടില്ല. നമ്മുടെ കേരളീയരുടെ ഒക്കെ ഫേവറേറ്റ് ഒരു സീ ഫുഡാണ് ചെമ്മീൻ. പക്ഷേ ചെമ്മീൻ്റെ ശരിക്കുള്ള ഒരു ടേസ്റ്റ് ഇട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഗ്രിൽഡോ അല്ലെങ്കിൽ തന്തൂരി അല്ലെങ്കിൽ ഗ്രിൽഡ് അല്ലെങ്കിൽ കുറച്ച് മേ ബി ബേക്ക് പ്രോൺസ് അങ്ങനെ കഴിച്ചാൽ നമുക്ക് ശരിക്കും ആ പ്രോൺസിൻ്റെ ഫ്ലേവർ കിട്ടുള്ളൂ. കറി നല്ല ടേസ്റ്റാണ്, പക്ഷേ ഇങ്ങനെ കഴിക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അത് ഈ സൈസ് പ്രോൺസ് ആകുമ്പോൾ പിന്നെ ഒന്നും പറയണ്ട. പിന്നെ ഇന്നും ഞാൻ അധികം ഇവിടെ കേരളത്തിൽ കഴിക്കാത്തൊരു ഡിഷാണ് സ്കാലപ്സ് എന്ന് പറയും. എൻ്റെ മലയാളം എനിക്കറിയില്ല, പക്ഷേ ഇതും ഭയങ്കര ഒരു അധികം പഞ്ചായിട്ട് എനിക്ക് അധികം സ്ട്രോങ് അല്ലാത്തൊരു സീ ഫുഡാണ്. പക്ഷേ ഇറ്റ്സ് ഓൾസോ വെരി ടേസ്റ്റി. പക്ഷേ ഇതും കറക്റ്റായിട്ട് കുക്ക് ചെയ്യണം. എനിക്കൊന്ന് ഒരു 2 to 3 minutes മുകളിലേക്ക് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് വിൽ ബി
വെരി റബ്ബറി, പക്ഷേ ഇത് പെർഫെക്റ്റ്ലി കുക്ക്ഡ് ആണ്. സോ സ്കാലപ്സിൻ്റെ മലയാളം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഗൈസ്, അപ്പോൾ നമ്മൾ മലബാർ കാഫേ വന്ന് മലബാർ ഫുഡ് ട്രൈ ചെയ്യാതെ പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ സൗത്ത് ഇന്ത്യൻ ഫുഡ് വന്നിട്ടുണ്ട്. ഒരു വെറൈറ്റി സംഭവമാണ് ഇത്. ബൺ പൊറോട്ട അറിയാലോ, നമ്മുടെ മധുരയുടെ മെയിൻ സാധനമാണ് ഇത്. മാങ്ങ ഫിഷ് കറി, പിന്നെ ഇതെന്താ ഇത് പെപ്പർ പ്രോൺ, മധുരൈ പ്രോൺസ്. This is a Madurai prawns preparation ആണ്. And this is mutton chops, kori kurumalagu and chicken pulav. Specialty in this one. Chicken pulav is a special thing. Okay. Yes, you will find Only here. Yeah. Normally we find only veg pulav. This chicken pulav only you find it. Okay, fine. So we'll taste it and let you know, chef. Thank you. Guys, നമ്മുടെ ഷെഫ് പറഞ്ഞത് ചിക്കൻ പുലാവ് അങ്ങനെ കോമൺ അല്ല, ഇവിടെ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ഒന്ന് ചിക്കൻ പുലാവ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ കൂടെ ഒരു കറി എടുക്കരുത് കേട്ടോ ഗൈസ്. ചിക്കൻ പുലാവ് മസ്റ്റ് ട്രൈ ആണ്. ഒരു കറിയും വേണ്ട. ഇറ്റ്സ് സോ ഫ്ലേവർഫുൾ. റൈസ് ഇസ് വെരി ഫ്ലേവർഫുൾ. ചിക്കൻ എനിക്കൊന്ന് ജസ്റ്റ് ബോയിൽഡും പിന്നെ അവരുടെ നിങ്ങൾ സീക്രട്ട് സ്പൈസസ് കാണും. സോ ഇറ്റ് ഇസ് ഔട്ട്സ്റ്റാൻഡിങ്. ദിസ് ചിക്കൻ പുലാവിന് ഒരു ബിഗ് തംസ് അപ്പ്. എന്ത് റെക്കമെൻഡ് ചെയ്യണം എന്ന് ഐ കാൺ സേ. പക്ഷേ നിങ്ങൾ എന്ത് ഓർഡർ ചെയ്താലും ഐം ഷുവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീറ്റ് എന്താ അത് വെച്ച് റെക്കമെൻഡ് ചെയ്താൽ മതി. അത് വെച്ച് നിങ്ങൾ ഓർഡർ ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉള്ള ഫുഡ് അവർ ഉണ്ടാക്കി തരും. പക്ഷേ എനിക്കിപ്പം ഈ മധുരൈ പ്രോൺസ് ആൻഡ് ചിക്കൻ പുലാവ് ഇത് രണ്ടും ഞാൻ കഴിച്ചോളൂ. ഇത് രണ്ടും സോ ഗുഡ്. മധുരൈ പ്രോൺസ് ഇസ് റിയലി ഗുഡ്. ബൺ പൊറോട്ട കേരളത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഇത് എനിക്കൊന്ന് സാധാരണ പൊറോട്ടേനെ കാട്ടി കുറച്ചും കൂടെ കട്ടിയുണ്ട്, കുറച്ചും കൂടെ ക്രിസ്പിയാണ്. ആൻഡ് മറ്റേത് കേരള പൊറോട്ട നമുക്ക് 2-3 കഴിക്കുമ്പോൾ ഇത് ഒരെണ്ണേ കഴിക്കാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു, ഈ സൈസ് ആണെങ്കിൽ. ഇത് കോയിൻ പൊറോട്ട അല്ല, ബൺ പൊറോട്ടയാണ്. ഇവിടുത്തെ ബൺ പൊറോട്ടയ്ക്ക് കുറച്ച് സൈസും ഉണ്ട്, പക്ഷേ ഇവർ സ്ലൈസ് ചെയ്താണ് തരുന്നത്. പക്ഷേ പൊറോട്ട ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഇഷ്ടപ്പെടും. എസ്പെഷ്യലി ഇതിപ്പോൾ കണ്ടിട്ട് എനിക്ക് മീൻ കറി മുക്കി കഴിക്കാനാണ് തോന്നുന്നത്. പൊറോട്ടയും മീൻ കറി. പ്രിയ അങ്ങനെ മധുരൈ പ്രോൺസും ബൺ പൊറോട്ടയും എല്ലാം കഴിച്ച് വരുവാണ്. ഇനി പ്രിയയുടെ മെയിൻ സെക്ഷൻ. ഗൈസ്, ഇത് കണ്ടപ്പോൾ തന്നെ വേദുതെ എൻ്റെ മടിക്കേറിയിരുന്നു. അപ്പോൾ ഡിസേർട്ട് നമ്മളൊരു എല്ലാം ടേസ്റ്റ് ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ സാധനങ്ങൾ കുറച്ചായിട്ട് അവർ സെർവ് ചെയ്തു. ടീരാമിസു ഉണ്ട്, മാംഗോ ചീസ് കേക്ക് ഉണ്ട്, റസ്മലായ് ഉണ്ട്, ഇത് ബനാന ഡെക്കറേഷൻ, വിച്ച് ഇസ് ചോക്ലേറ്റ് ബനാന ചോക്ലേറ്റ്, പിന്നെ രസഗുള്ള ഉണ്ട്. ആൻഡ് ദിസ് ഇസ് സ്ട്രോബെറി ആൻഡ് ബ്രൗണി. സ്ട്രോബെറി ടോപ്പിങ്ങും അടിയിൽ ബ്രൗണിയും. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾ ഡെസേർട്ട് ലവർ ആണെങ്കിൽ നിങ്ങളുടെ മനസ്സ് നിറയും. കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലുള്ളൊരു സംഭവമാണ്. പിന്നെ ഏറ്റവും മനസ്സ് പറഞ്ഞ ആളിത് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഗൈസ്, അപ്പോൾ ഓബിയസ്ലി നമ്മൾ ഹയാത്തിൽ ഇത്രയും പൈസയൊക്കെ കൊടുത്ത് താമസിക്കാം. വി എക്സ്പെക്ട് റിയലി ഗുഡ് റൂം, വി എക്സ്പെക്ട് റിയലി ഗുഡ് സർവീസ്, വി എക്സ്പെക്ട് റിയലി ഗുഡ് ഫുഡ്. അത് ഇറ്റ്സ് എ മസ്റ്റ്. അതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് ഇവിടുത്തെ കുറച്ച് ഏറ്റവും ഒരു ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയത് ഇവർ വേദുവിൻ്റെ കാര്യത്തിൽ അവൾ കൊടുക്കുന്ന ഒരു അറ്റൻഷനാണ്. കാരണം നമ്മളിപ്പോൾ കഴിക്കുമ്പോൾ ഇടയ്ക്ക് വേദു ചിലപ്പോൾ ക്രാങ്ക് ചെയ്യാം, ചിലപ്പോൾ കരയും. അതിപ്പം ലോബിയിലാണെങ്കിൽ അവർ വന്ന് വേദുവിനെ എൻ്റർടൈൻ ചെയ്യാൻ നോക്കും. റെസ്റ്റോറൻറ്റിലാണെങ്കിൽ അവിടുത്തെ ഷെഫും അല്ലെങ്കിൽ ഇവിടുത്തെ അറ്റൻഡൻസ് ആരാണെങ്കിലും അവർ വേദുവിനും അല്ല ബിസ്ക്കറ്റും ഉണ്ടാക്കി കൊടുക്കാൻ നോക്കും. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടല്ലോ, ആ ചെറിയ കാര്യങ്ങളാണ് ഇങ്ങനത്തെ വലിയ വലിയ ഹോട്ടൽ അല്ലെങ്കിൽ ഏതൊരു ഹോട്ടലിലും നമുക്കൊരു എക്സ്ട്രാ സ്പെഷ്യൽ ഫീലിംഗ് തരുന്നത്. അത് ഹയാത്തിൽ നിന്ന് എനിക്ക് ശരിക്കും കിട്ടിയിട്ടുണ്ട്. ഹോസ്പിറ്റാലിറ്റിയുടെ അപ്പുറം അതിനൊരു പേരില്ല, പക്ഷെ ഇറ്റ് മേക്സ് us ഫീൽ എക്സ്ട്രാ, ഒരു കുറച്ച് എക്സ്ട്രാ സ്പെഷ്യൽ. വന്നപ്പോ തൊട്ട് വേദു തുടങ്ങിയ സന്തോഷമാണ്. ഫസ്റ്റ് ടൈം ആഫ്റ്റർ ലോങ് ടൈം ഞങ്ങൾ വേദുവിന് ഇത്രയും ഹാപ്പി ആയിട്ട് കാണുന്ന. ഹോൾ ഡേ ഒരു പസും ഇല്ലായിരുന്നു. ആൻഡ് ഇങ്ങനത്തെ ഈ മൂവ്മെന്റ്സിന് വേണ്ടിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ ജീവിക്കുന്നത് തന്നെ. വി ലവ് ടു സീ വേദു ലാഫിങ് ആൻഡ് സ്മൈലിങ്. ഇനിയും ഇങ്ങനത്തെ കുറേ നിമിഷങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ഹയാത്തിൽ നിന്ന് ഇറങ്ങുവാണ്. അപ്പം ഞാൻ നേരത്തെ വ്ളോഗിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഹയാത്തിൻ്റെ വക നിങ്ങൾക്കൊരു ചെറിയ ഗിഫ്റ്റാണ്. ഞങ്ങൾ ആക്ച്വലി ഹയാത്തിനോട് സംസാരിച്ചു. അവർ ഡിന്നർ ഫോർ ടു, നമ്മുടെ കൊളാബായിട്ട് ബന്ധമില്ല കേട്ടോ, ഞങ്ങളുടെ കൊളാബ് ഗീവ് ആയിട്ട് ഇത് ബന്ധമില്ല. ഇത് ജസ്റ്റ് ഞങ്ങളുടെ ഒരു എക്സ്ട്രാ സന്തോഷത്തിനും ഹയാത്ത് ജനറസ്ലി സ്പോൺസർ ചെയ്യുന്ന 2 പേർക്കുള്ള ഒരു ഡിന്നർ ബുഫേ ആണ്. നിങ്ങൾ ആ കൂടെ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫേവറേറ്റ് പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ആരായിട്ടായിരിക്കും വരാൻ പോകുന്നതും ആൻഡ് അവരെ ഇവിടെ കൊണ്ടുവരാനും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരാനുള്ള കാരണം എന്താണ്. ഹയാത്തിലെ ഡിന്നർ ബുഫേ ആണ്. നിങ്ങൾ അതൊന്ന് കമൻറ്റ് ചെയ്താൽ മതി.
അത് ഒന്നില്ലെങ്കിൽ ഞങ്ങൾ സെലക്ട് ചെയ്യും, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ലൈക്സ് കിട്ടുന്ന കമൻറ്റ് എന്താണെന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. ബട്ട് ഇറ്റ്സ് ഓക്കെ. എന്തായാലും നിങ്ങൾക്ക് ഒരു ചെറിയ ഗിഫ്റ്റ് തരണം എന്ന് തോന്നി. അപ്പോൾ അതിനാണിത്. ആൻഡ് വി ഹാഡ് എ വണ്ടർഫുൾ സ്റ്റേക്കേഷൻ അറ്റ് ഗ്രാൻഡ് ഹയാത്ത്. ഒന്നും കൂടെ പറയാം, ഇത് സ്റ്റേക്കേഷൻ എന്ന് പറഞ്ഞാൽ 8,000 റുപ്പീസാണ് ഗ്രാൻഡ് ഹയാത്തിൽ. അതിൽ ബ്രേക്ക്ഫാസ്റ്റും കാണും, ഡിന്നറും കാണും. നിങ്ങൾക്ക് കിഡ്സ് ഉണ്ടെങ്കിൽ അവർക്ക് വേറെ റൂം കിട്ടും, എക്സ്ട്രാ ബെഡ് അല്ല, വേറെ റൂം കിട്ടും. അതല്ലാതെ ഫുഡ് ആൻഡ് ബിവറേജസിന് 20% ഡിസ്കൗണ്ടും ഉണ്ട്. അപ്ഗ്രേഡഡ് റൂംസ് വേണമെങ്കിൽ അതിനൊരു 50% ഡിസ്കൗണ്ട് കിട്ടും. ആൻഡ് ഐ ഫീൽ ഇറ്റ്സ് എ ബെസ്റ്റ് ടൈം ടു എൻജോയ് ഹയാത്ത്. അത് നമ്പർ 1. പിന്നെ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ ഇവിടുത്തെ ഞങ്ങൾ ബ്രഞ്ച് കഴിച്ചതും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതും അതിൻ്റെയൊക്കെ ലിങ്ക്സ് ഇടാം. പ്രൈസ് നിങ്ങൾ ഒന്നും കൂടെ വിളിച്ച് ചോദിക്കേണ്ടി വരും, കാരണം എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ചായക്കടയുടെയും ലിങ്ക് ഞാൻ ഈ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഹയാത്തിനെ കുറിച്ചുള്ള ഒരു കംപ്ലീറ്റ് പാക്കേജ് ഞങ്ങളുടെ വ്ളോഗിൽ നിന്ന് കിട്ടും. ബിക്കോസ് ഹയാത്ത് ഇസ് അവർ ഫേവറേറ്റ് പ്ലേസ്. ഇനിയും ഞങ്ങൾ ഇവിടെ വരുന്നതായിരിക്കും. ആൻഡ് വി ടോട്ടലി എൻജോയ് ദിസ് ഗൈസ്. സോ ഓൾവേസ് സ്റ്റേ ഹാപ്പി. ആൻഡ് ഇത് ഞങ്ങളുടെ വക നിങ്ങൾക്കുള്ള ഒരു ചെറിയ ഗിഫ്റ്റ്.